സ്പൈസി പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു 6 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. കൂടുതലും ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. മാക്സിമം കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, പക്ഷെ അറിഞ്ഞൂടാത്തവരുണ്ടാവും. അറിഞ്ഞൂടാത്ത ഒരു 50% വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് എന്താണ് പ്രോഡക്റ്റ്, അതിലേക്ക് പോവാം. അപ്പോൾ എയർ ഫ്രയർ ആണ് നമ്മൾ വാങ്ങിയ സാധനം. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് തന്നെ ഓയിൽ മാക്സിമം ഒഴിവാക്കാം എങ്ങനെയൊക്കെ. അതെ, ഓയിൽ ഇൻടേക്ക് നമ്മുടെ ഒരു ആരോഗ്യ അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ അല്ല അവോയ്ഡ് ചെയ്തിട്ടല്ല, ഓയിൽ മാക്സിമം കുറച്ചിട്ട് റെഡ്യൂസ് ചെയ്തിട്ട്. അതെ, ഇപ്പോൾ യൂസ് ചെയ്യണേയും കാട്ടി കുറച്ച് എങ്ങനെ തുച്ഛമായിട്ട് ഒരു സ്പൂൺ ലെവൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ലെവലിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് രുചികരമായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ അതിനുള്ള അതിനുള്ള ഒരു സൊല്യൂഷനാണ് എയർ ഫ്രയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ്. അതെ, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പ്രൈസ് നമ്മൾ വാങ്ങിയപ്പോൾ ഒരു 3600 ആ റേഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് വേരിയേഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിയതിനെക്കാട്ടി പ്രൈസ് കുറഞ്ഞിട്ടില്ല. നമ്മളൊരു 2 വീക്സിന് മുന്നെയാണ് വാങ്ങിയത്. അത് നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. ഇപ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഉള്ള ഒരു ഫുൾ വീഡിയോ ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. പിന്നെ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയൂട്ടോ. ഹെൽത്ത് ബെനിഫിറ്റ്സ് മെയിനായിട്ട് വന്നിട്ട് നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം. കൊളസ്ട്രോളിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഓയിലാണ്. ഓയിൽ ഇൻടേക്ക് നമുക്ക് എങ്ങനെ മാക്സിമം കുറയ്ക്കാം, അത്രത്തോളം ശരീരത്തിന് നന്നായിരിക്കും. അപ്പോൾ ഓയിൽ എങ്ങനെ കുറയ്ക്കാം നമുക്ക്, എന്നാൽ പിന്നെ ഫ്രൈഡ് ഐറ്റംസ് തീരെ ഒഴിവാക്കുകയും പറ്റൂല. അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ അതിന് കൂടുതൽ പ്രായമൊന്നും ആവാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൈഡ് ഐറ്റംസ്, നമ്മൾ ചിക്കൻ ഫ്രൈ ആയാലും ഫ്രഞ്ച് ഫ്രൈസ് ആയാലും മീൻ പൊരിച്ചതായാലും ഒരു വീക്കിലി ഒക്കെ 2-3 പ്രാവശ്യം കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എണ്ണ നമുക്ക് മാക്സിമം എങ്ങനെ കുറയ്ക്കാം. അതുപോലെ ഏജ്ഡ് ആയവർക്ക് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. കാരണം അവർക്ക് എണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫിഷും മീറ്റും ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ എയർ ഫ്രയർ യൂസ് ചെയ്യാവുന്നതാണ്. അതെ, ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്, പിജിയൻ്റെ എയർ ഫ്രയർ. ഇതിങ്ങനെ തുറന്ന് ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് സാധനങ്ങൾ വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ. ഓയിൽ തീരെ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. മെയിനായിട്ട് മീൻ, ചിക്കൻ, പൊട്ടറ്റോ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ് അതെല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ പാചകത്തിലേക്ക് പോവാം. നമ്മളിപ്പോൾ പാനിൽ ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്.
ചിക്കനും ഫിഷും നമ്മൾ എയർ ഫ്രയറിൽ പ്രിപ്പയർ ചെയ്ത് നോക്കി, അതുപോലെ പൊട്ടറ്റോ ഫ്രൈയും ചെയ്ത് നോക്കി. നിയർലി ഒരു 20 മിനിറ്റ്സ് ടൈമാണ് ഇതിന് വേണ്ടി വരുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എണ്ണയിൽ നന്നായിട്ട് കഴിച്ച് ശീലിച്ചവർക്ക് ടേസ്റ്റിന് ഡിഫറൻസ് അറിയാൻ പറ്റും. എണ്ണ കുറച്ച് യൂസ് ചെയ്യണം എന്നുള്ളവരെ സംബന്ധിച്ച് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എൻഡ് റിസൾട്ട് ആയിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയി കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.